അഹാന കൃഷ്ണ കേന്ദ്ര കഥാപാത്രമാകുന്ന നാൻസി റാണി എന്ന സിനിമയുടെ പ്രൊമോഷനുമായി സഹകരിക്കാത്തതിനെ ചൊല്ലി സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യ നീന രംഗത്ത് വന്നിരുന്നു. ആദ്യത്തെ പത്രസമ്മേളനം പുറത്തു വന്നിട്ടും അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാത്ത അഹാന ഇപ്പോൾ നീന പല ഇന്റർവ്യൂകളിലായി അഹാനയെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞതിന് പിന്നാലെയാണ് തന്റെ ഭാഗം വ്യക്തമാക്കി മുന്നോട്ട് വന്നത്. 2020 ഫെബ്രുവരിയിലാണ് നാൻസി റാണിയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. തുടക്കത്തിൽ തന്നെ ഡയറക്ഷനിലും പ്രൊഡക്ഷനിലും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്തവർ കൈകാര്യം ചെയ്യുമ്പോഴുണ്ടാകുന്ന അപാകതകൾ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉണ്ടായിരുന്നു. ഞാൻ ഉൾപ്പെടെ പലരും മികച്ച ടെക്നീഷ്യൻസിനെ വെക്കാൻ മനുവിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. കാരണം മനുവിന് തന്നെ ഇതെല്ലാം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണമായിരുന്നു. പല പ്രശ്നങ്ങളുണ്ടായിരുന്നിട്ടും ഞാൻ ഈ പ്രോജക്റ്റിനെ സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയും നോക്കിക്കണ്ടു. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മുതൽ ഞാൻ ഈ സിനിമയുമായി കമ്മിറ്റഡ് ആണ്. ഒക്ടോബർ 2020 ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയത്. അതിൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഞാൻ തന്നെ ഷെയർ ചെയ്തിരുന്നു. 2 വലിയ താരങ്ങളോട് ഞാൻ തന്നെയാണ് ആ പോസ്റ്റർ റിലീസ് ചെയ്യാൻ ആവശ്യപ്പെട്ടതും. നാൻസി റാണി എന്ന പ്രോജക്റ്റിനെ കുറിച്ച് ഇന്ന് നിങ്ങളിൽ പലർക്കും അറിയാവുന്നത് തന്നെ ഞാൻ ആ പോസ്റ്ററിൻ്റെ പ്രൊമോഷൻ നടത്തിയത് കൊണ്ട് തന്നെയാണ്. മനു മിക്ക ദിവസവും മദ്യപിച്ചാണ് സെറ്റിൽ വരിക. പല ദിവസങ്ങളിലും മനുവും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ക്യാരവാനിൻ്റെ ഉള്ളിലിരുന്ന് കുടിക്കുകയായിരിക്കും. ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ടീമും ടെക്നീഷ്യൻസും മറ്റ് അഭിനേതാക്കളും വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ അവർ ക്യാരവാനിനുള്ളിൽ പാർട്ടി നടത്തുകയായിരിക്കും. പല ദിവസങ്ങളിലും മനുവിനോട് ഷൂട്ടിംഗ് തുടങ്ങൂ, എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണെന്ന തരത്തിൽ ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമായിരുന്നു. ആ വാട്സാപ്പ് ചാറ്റെല്ലാം എൻ്റെ തെളിവായി കയ്യിലുണ്ട്. മനു സെറ്റിലിരുന്ന് മദ്യപിക്കുകയാണ് എന്ന് സമ്മതിക്കുന്നതിൻ്റെയും പ്രൂഫ് എൻ്റെ കയ്യിലുണ്ട്. ഫെബ്രുവരി 2020 മുതൽ ഡിസംബർ 2021 വരെയായിരുന്നു ഷൂട്ട്. എങ്ങനെ ഈ ഷൂട്ടിംഗ് തീർക്കണമെന്നും കഥയിലും ഒന്നും തന്നെ മനുവിന് ക്ലാരിറ്റി ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വിചാരിച്ചതിനേക്കാൾ ദിവസങ്ങൾ ഷൂട്ടിങ്ങിനായി എടുത്തു. ഒരടുക്കും ചിട്ടയും ഇല്ലാതെയാണ് മുഴുവൻ ഷൂട്ടിങ്ങും നടന്നത്. ഷൂട്ടിംഗ് തോന്നുന്ന സമയത്ത് തുടങ്ങുകയും തോന്നുമ്പോൾ അവസാനിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. പലപ്പോഴും കോസ്റ്റ്യൂമുകൾ മിസ്സിംഗ് ആവുക, അസിസ്റ്റന്റ് ഡയറക്ടർമാർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന വ്യക്തതയില്ലായ്മ, സംവിധായകനും ഡയറക്ടർമാരുടെ ടീമും അനാവശ്യമായി ഗോസിപ്പ് സംസാരിക്കുക, ഒരു കൂട്ടം അഭിനേതാക്കളും ടെക്നീഷ്യൻസും അനിശ്ചിതമായ രീതിയിൽ കാത്തിരിക്കുക, അങ്ങനെ മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു. മറ്റുള്ളവരുടെ പണത്തിനും സമയത്തിനും യാതൊരു ബഹുമാനവും മനു നൽകിയിട്ടില്ല. 2021 ഡിസംബറിലാണ് അഹാന ഈ സിനിമയ്ക്കായി അവസാനമായി ഷൂട്ട് ചെയ്തത്. അതിനുശേഷം അടുത്ത ഷെഡ്യൂൾ എപ്പോഴാണെന്ന് അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അതിനെക്കുറിച്ച് ഒന്നും അഹാനയോട് പറഞ്ഞിരുന്നില്ല. ക്ലൈമാക്സ് രംഗങ്ങൾ അഹാനയെ വെച്ച് ഷൂട്ട് ചെയ്തിരുന്നില്ല. ഏകദേശം 1 മാസത്തിന് ശേഷം സിനിമയുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു വനിതാ റോളിനായി ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ തേടുന്നു എന്ന ഒരു പരസ്യം കണ്ടപ്പോൾ അത് തൻ്റെ കഥാപാത്രത്തിന് വേണ്ടിയാണോ എന്ന് അഹാനയ്ക്ക് സംശയം തോന്നുകയും ഇതിനെക്കുറിച്ച് മനുവിനും നേനയ്ക്കും മെസ്സേജ് അയക്കുകയും ചെയ്തു. എന്നാൽ അതിന് മറുപടിയൊന്നും ഇവർ നൽകിയില്ല. ആ വാട്സാപ്പ് ചാറ്റുകളും അഹാനയുടെ പക്കലുണ്ട്. തുടർന്ന് ചില ഉറവിടങ്ങളിൽ നിന്നറിയാൻ സാധിച്ചത് അഹാനയുടെ റോളിനായി മറ്റൊരാളെ വെച്ച് ഡബ്ബ് ചെയ്തുവെന്നും ചില രംഗങ്ങൾ അഹാനയ്ക്ക് പകരം ഡ്യൂപ്പിനെ വെച്ച് ചിത്രീകരിച്ചു എന്നുമാണ്. എന്നാൽ 2022 മാർച്ചിൽ മനുവിൻ്റെ ഡബ്ബിംഗ് ശ്രമം പരാജയപ്പെട്ടപ്പോൾ അഹാനയെ സമീപിച്ചു. ഡബ്ബ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അഹാന മനുവിനോട് ആവശ്യപ്പെട്ടത് നേരിൽ കണ്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നും എന്തുകൊണ്ട് മറ്റൊരാളെ വെച്ച് ആദ്യം ഡബ്ബ് ചെയ്തുവെന്നും ഒരു തരത്തിലും ഡിസ്കസ് ചെയ്യാതെ എന്തിനങ്ങനെ ഒരു കാര്യം ചെയ്തുവെന്ന് അഹാനയ്ക്ക് അറിയണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ മനു അതിന് തയ്യാറായില്ല. കൂടാതെ മനുവിൻ്റെ ഭാര്യ നൈന അഹാനയുടെ അമ്മയായ സിന്ധു കൃഷ്ണയെ വിളിച്ച് മകൾ വളരെ അൺപ്രൊഫഷണൽ ആണെന്നും ഡബ്ബിങ്ങിനായി വിളിച്ചപ്പോൾ സമ്മതിച്ചില്ല എന്നും ഷൂട്ടിംഗ് വൈകിയത് അഹാനയുടെ തെറ്റാണ് എന്നും മറ്റുമൊക്കെയുള്ള കാര്യങ്ങൾ സിന്ധു കൃഷ്ണയോട് പറഞ്ഞപ്പോൾ അവർ തിരികെ മനുവിൻ്റെ മദ്യപാനത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ നൈന പറഞ്ഞത്, എൻ്റെ ഭർത്താവിന് മദ്യപാനം മാത്രമല്ലേ ഉള്ളൂ, നിങ്ങളുടെ മകൾ ഡ്രഗ്സ് ഉപയോഗിക്കുമെന്ന്. ഇത്രയും അടിസ്ഥാനരഹിതമായ ആരോപണം കേട്ട് എൻ്റെ അമ്മയ്ക്ക് വിഷമവും അതിശയവും ഉണ്ടായി. തിരിച്ച് നല്ല മറുപടി പറഞ്ഞ് സിന്ധു കൃഷ്ണ ഫോൺ കട്ട് ചെയ്തു. ഇത് മാത്രമല്ല, പലരോടും അഹാന ഡ്രഗ്സ് ഉപയോഗിക്കുമെന്നും അത് കാരണമാണ് ഷൂട്ടിംഗ് വൈകിയതെന്നും മനുവും നേനയും പറഞ്ഞു പരത്തി. സഹികെട്ട് അഹാന മനുവിനെ വിളിക്കുകയും എന്തിനാണ് ഇത്തരത്തിൽ എന്നെക്കുറിച്ച് കള്ളത്തരങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു. ആ ഫോൺ കോളിൽ മനു താൻ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്നും ഇങ്ങനെ പറഞ്ഞു നടന്നതായി സമ്മതിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ കോൾ റെക്കോർഡിംഗ് മുഴുവനായും അഹാനയുടെ കൈവശമുണ്ടെന്ന് അഹാന പറയുന്നു.